നമ്മൾ മലപ്പുറത്ത് ഫ്ലോറ ഫാന്റസിയിൽ പോയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ഈ വ്ലോഗിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് പോയി അവിടെ നേരെ പോയിട്ട് ഫ്ലോറ ഫാന്റസി ആണ്. നമ്മൾ വന്ന ഒരു ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് പോയി. ഇതാ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോവാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കുള്ള എൻട്രി ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരെ പോയിട്ട് ലോക്കർ റൂമിൽ പോയി നമ്മുടെ ബാഗും തിങ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ട് അങ്ങനെ നമ്മൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ റൈഡിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഓരോ റൈഡിലും കയറി. കുറേ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. കുറച്ച് റൈഡിലൊക്കെ കയറിയതിന് ശേഷം നമ്മൾ അവിടെ ഉള്ളൊരു അക്വേറിയം കാണാനായിട്ടാണ് പോയത്. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. കുറച്ച് സമയം ചിൽഡ്രൻസ് പാർക്കിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് പോയിട്ടുണ്ടായിരുന്നത്. വേവ് പൂൾ ഉണ്ടായിരുന്നു, റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു, നോർമൽ പൂൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വാട്ടർ തീം ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചൂട് കുറഞ്ഞ ശേഷമാണ് നമ്മൾ പൂളിലിറങ്ങിയത്. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ പോയിട്ട് മലയിൽ ഫാം ഹൗസിലേക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നത്. നമ്മുടെ ഈ ഹരിബറി ബിസി ലൈഫിൽ
കുറച്ചെങ്കിലും റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. നമുക്ക് കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാം വന്ന് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഈ മലയിൽ റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ റിസോർട്ടിന്റെ ഒരു റൂം ടൂറാണ്. കോംപ്ലിമെന്റ് ആയിട്ട് അവരൊരു സോപ്പും പിന്നെ ഒരു മിനറൽ വാട്ടറാണ് തന്നത്. റൂമും ഓപ്പൺ കിച്ചണും പിന്നെ ഒരു ബാത്റൂമാണ്. നമ്മൾ താമസിച്ച ഈ റിസോർട്ടിന്റെ പേരെന്ന് പറയുന്നത് അക്കേഷ്യ എന്നാണ്. അക്കേഷ്യ മീൻസ് ഒരു കാക്ടസ് കൈൻഡ് ഓഫ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇവരുടെ ഓരോ റിസോർട്ടിനും ഓരോ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതെനിക്ക് കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു പാർക്ക് തന്നെയായിരുന്നു ഇത്. ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കൂടി ഒപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. കുറെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ നമ്മളവിടെ കണ്ടു. വാട്ടർ ബേസ്ഡ് ആണെങ്കിലും അല്ലാതെയും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്നാക്സും കോഫിയും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഉള്ള അതിനുള്ളൊരു ഷോപ്പും കൂടി ഉണ്ട്. പാർക്കിലേക്ക് മാത്രം വരുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് 100 rupees മാത്രമേ ഉള്ളൂ അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത്, എൻട്രി ഫീസ്. ആ 100 rupees കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഫ്രീ ആണ്. പറ്റാത്ത കുറേ അനുഭവങ്ങൾ നമ്മൾ നമ്മുടെ ഡയറിയിൽ കുറിച്ച് വെക്കും. പിന്നീട് അത് ഫോട്ടോസായി മാറി, അങ്ങനെ വീഡിയോസായി മാറി, ഇതാ ഇപ്പോൾ യൂട്യൂബും. അങ്ങനെ എൻ്റെ ജീവിതത്തിലും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള മൂമെന്റ്സ് ആണ് ഇതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരിക്കലെങ്കിലും ഒരു യൂട്യൂബർ ആണെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കോൺഫിഡൻസ് ഇല്ലായ്മയും അതുപോലെ തന്നെ ടൈം ഇല്ലായ്മയും നമ്മളതിന് മുന്നോട്ട് പോകാറില്ല. അതുപോലൊക്കെയുള്ളൊരു ജീവിതമായിരുന്നു എൻ്റെ. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും തുടങ്ങി ഒരു യൂട്യൂബ് ചാനൽ. കുറേയൊക്കെ തെറ്റുകളുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും ഇരിക്കട്ടെ, പിന്നീട് എപ്പോഴെങ്കിലും നോക്കുമ്പോൾ ഒരു മെമ്മറി ആവുള്ളൂ. ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ടർഫുണ്ട്, പിന്നെ കുറേ ഊഞ്ഞാലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.